സ്വകാര്യ സർവകലാശാലയിൽ സാമൂഹിക നീതിയും മെറിറ്റും ഉറപ്പാക്കണമെന്ന SFI വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നുവരുന്ന ആശങ്കകൾ അനുഭാവപൂർവ്വം പരിഗണിക്കണം. ബില്ല് പാസാക്കുന്നതിന് മുൻപ് വിദ്യാർത്ഥി സംഘടനകളോട് ചർച്ച ചെയ്യണമെന്നും ആവശ്യം. SFI ഉയർത്തിയ അഭിപ്രായങ്ങൾ ബില്ല് അനുഭാവപൂർവ്വം പരിഗണിച്ചിട്ടുണ്ടെന്നും നേതാക്കൾ പ്രസ്താവനയിൽ പറഞ്ഞു. ഗോപാൽ ഷീല സനൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഗോപാൽ, ഈ സ്വകാര്യ സർവകലാശാലയിലെ സർക്കാരിന്റെ നയം മാറ്റം, ഒപ്പം CPM-ഉം SFI-യും നേരത്തെ നടത്തിയ സമരങ്ങളടക്കം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ കൂടിയാണ് SFI-യുടെ ആവശ്യങ്ങൾ. എന്തൊക്കെയാണ് അവരുടെ ആവശ്യം? ഇത് ഒരു തരത്തിൽ പ്രതിരോധമാണോ? അങ്ങനെ വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ വിലയിരുത്താം. കാരണം നേരത്തെ SFI നടത്തിയ സമരങ്ങൾ മുൻപ് TP ശ്രീനിവാസിനെ അടക്കം തടഞ്ഞതും അദ്ദേഹത്തെ മർദ്ദിച്ചതും അടക്കമുള്ള വിഷയങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയാവുന്ന ഘട്ടത്തിലാണ് SFI-യുടെ ഈ ഒരു പ്രതികരണം ഇപ്പോൾ വരുന്നത്. സ്വകാര്യ സർവകലാശാല വിഷയത്തിൽ ജനാധിപത്യ അവകാശങ്ങളും സാമൂഹിക നീതിയും മെറിറ്റും ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് SFI മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ ഇത്തരത്തിൽ സ്വകാര്യ സർവകലാശാലകൾ പ്രഖ്യാപനം വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ SFI അറിയിച്ചു. ആ ആശങ്കകളും അഭിപ്രായങ്ങളും സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിച്ചിട്ടുണ്ട് എന്നതാണ് ബില്ലിലെ വിശദാംശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് SFI പറയുന്നു. അതിനോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളും ആശങ്കകളും ഉറപ്പാക്കുന്നത് പോലെ തന്നെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ജനാധിപത്യ അവകാശങ്ങളും സ്വകാര്യ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ജീവനക്കാർക്കും അടക്കം സംഘടനാ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്നും വിദ്യാർത്ഥി യൂണിയൻ ഉൾപ്പെടെയുള്ള ജനാധിപത്യ വേദികൾ ഉറപ്പുവരുത്തണമെന്നും സംസ്ഥാന സർക്കാരിനോട് SFI ആവശ്യപ്പെടുന്നു. കൂടാതെ ഇന്റേണൽ മാർക്കിന്റെ പേരിൽ വലിയ വേട്ടയാടലുകൾ സ്വകാര്യ സ്വാശ്രയ കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് നേരെ നടക്കുന്നുണ്ട്. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സ്വകാര്യ സർവകലാശാലകളിൽ ഇന്റേണൽ മാർക്കിനെ സംബന്ധിച്ചുള്ള പരിഹാര സമിതിയിൽ വിദ്യാർത്ഥികളുടെ അടക്കം പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും SFI സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഈ വിഷയത്തിൽ SFIയുടെ മൗനം വലിയ രീതിയിൽ ഈ ബില്ല് പരിഗണിച്ച ഏകദേശം കൃത്യം 24 മണിക്കൂറിന് ശേഷമാണ് SFIയുടെ ആദ്യ പ്രതികരണം വരുന്നത്. അപ്പോൾ ആ മൗനം മറ്റ് സംഘടനകൾ KSU, ASF അടക്കമുള്ള സംഘടനകൾ ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോഴാണ് ഒരു പ്രതിരോധം എന്ന നിലയ്ക്കുള്ള SFIയുടെ ഈ പ്രതികരണം വരുന്നത്. ശരി, സ്വകാര്യ സർവകലാശാല ബിൽ പാസാക്കുന്നതിന് മുൻപ് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തണമെന്നാണ് SFI ആവശ്യപ്പെടുന്നത്. ഗോപാൽ ഷീല സനലാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.